സ്കൂളിൽ യൂത്ത് ഫെസ്റ്റിവലാണ്. സിപ്പപ്പും മിഠായി ഒക്കെ ഉണ്ടാവും. കയ്യിൽ പൈസയില്ല. പപ്പായോട് ചോദിച്ചാൽ ഉറപ്പായും കിട്ടില്ല. ഒരു കോൽ ഐസ് തിന്നാൻ ആരാ കൊതിക്കാത്തത്? അവസാനം ഒരു വഴി കണ്ടെത്തി: മോഷണം. തട്ടിമ്പുറത്ത് കയറി പപ്പ ഒളിപ്പിച്ചു വെച്ച സിർലാക്ക് ടിന്നിൽ നിന്ന് അന്നത്തെ കുറെ 5 രൂപ തുട്ടുകൾ മോഷ്ടിച്ച് പോക്കറ്റിലിട്ടു. സ്കൂളിൽ പരിപാടികളുടെ തിരക്കിനിടയിൽ ഗേറ്റിനടുത്തുണ്ടായിരുന്ന ഐസുകാരൻ ചേട്ടന് കാശ് കൊടുത്ത് 2 കൈയിലും ഐസ് മേടിച്ച് നുണഞ്ഞോണ്ട് പോരുമ്പോൾ എന്തെന്നില്ലാത്ത സന്തോഷമായിരുന്നു. ക്ലാസ്സിലേക്ക് പോണ വഴി അതേ സ്കൂളിൽ പഠിക്കുന്ന എൻ്റെ ചേട്ടൻ്റെ മുന്നിൽ ചെന്നുപെട്ടു. അവൻ അന്തം വിട്ടു. എനിക്കും താടാ ഒരെണ്ണം. അവനും ഒരു ഐസ് മേടിച്ചു കൊടുത്തപ്പോൾ ആ മുഖം ട്യൂബ് ലൈറ്റ് പോലെ തിളങ്ങി. പിറ്റേ ദിവസം സിർലാക്ക് ടിന്നിന്റെ കനം കുറഞ്ഞതായി തോന്നിയപ്പോൾ പപ്പ ഞങ്ങളെ വിളിപ്പിച്ചു. കാശ് കെട്ടത് ആരാടാ? ചേമ്പിലെ പോലെ വിറച്ച ചേട്ടൻ കൈമലർത്തിയെങ്കിലും ഞാൻ ഐസ് മേടിച്ചു കൊടുത്ത കാര്യം മണി പോലെ പപ്പയ്ക്ക് പറഞ്ഞു കൊടുത്തു. എൻ്റെ ഐസ് മേടിച്ച് നക്കിയിട്ട് എന്നെ തന്നെ കൊലയ്ക്ക് കൊടുത്ത അവനെ ഞാനൊന്ന് സൂക്ഷിച്ചു നോക്കി. അന്നൊക്കെ വീടിന് പിന്നിലെ നെല്ലിമരത്തിൻ്റെ കമ്പുകളിൽ പലതും വെട്ടിയത് എന്നെ തല്ലാൻ വേണ്ടിയായിരുന്നു. തലങ്ങും വിലങ്ങും അടി കിട്ടുമ്പോൾ ഞാൻ അലറിക്കരഞ്ഞത് കേട്ട് അയൽക്കാരും ചെവി പൊത്തി. അടികൊണ്ട് തുട പൊട്ടി വിങ്ങിപ്പൊട്ടിയ എന്നെ കണ്ട് ചങ്ക് പൊട്ടിയ പപ്പ വാത്സല്യത്തോടെ പറഞ്ഞു: മോനെ, ഇനി നീ മോഷ്ടിക്കല്ലേ. പിന്നെ ഞാൻ ഇതുവരെ ഒന്നും മോഷ്ടിച്ചിട്ടില്ല. ഞാൻ നല്ലവനായതോടെ നെല്ലിമരം നന്നായി വളരുകയും ചെയ്തു. ഹാപ്പി ഡ്രോയിങ്, സനീഷ് ദിവാകരൻ.